നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിന്റെ ലോകം എന്ന നോവലിലെ അധ്യായം 1, അതായത് പാർട്ട് 1. അധ്യായം 1 പാർട്ട് 1. 8 ഭാഗങ്ങൾ ആയിട്ടാണ് അധ്യായം 1 വിഭജിച്ചിരിക്കുന്നത്. മുത്തശ്ശി മാത്രം അപ്പുവിനെ ഏകാശയെ എന്ന് വിളിച്ചു. രോഹിണി നക്ഷത്രത്തിലായിരുന്നു അപ്പുവിന്റെ ജനനം. ഏകാദശി നാളിൽ. കള്ളക്കർക്കടകം. രാവെന്നും പകലൊന്നുമില്ലാതെ തോരാതെ നിന്ന് പെയ്യുന്ന മഴ. രാത്രി ഏറെ ചെന്നപ്പോഴാണത്രേ അപ്പു പിറന്നു വീണത്. സാക്ഷാൽ കൃഷ്ണന്റെ നാളാണ് രോഹിണി. കൃഷ്ണൻ ജനിച്ചത് ചിങ്ങമാസത്തിലാണ്, അഷ്ടമി ദിവസം. പഞ്ഞക്കർക്കടക്കാരനാണെങ്കിലും കൃഷ്ണന്റെ നാളാണല്ലോ. പോരാത്തതിന് ഏകാദശി. മുത്തശ്ശി എപ്പോഴും പറയും, ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ്, ദേവു കണ്ടോളൂ, അവൻ മിടുക്കനാവും. കൃഷ്ണന്റെ വേറെ സ്വഭാവങ്ങളൊന്നും ഇല്ലാച്ചാ നന്നായി. ദേവദോഷം പറയരുത് ദേവോ, ഞാൻ കളി പറഞ്ഞതല്ലേ. കൃഷ്ണന്റെ കാര്യത്തിലെ കളി പറയാ. തെറ്റ് പറഞ്ഞ ഒരു പണം ചെക്കനെ ഉഴിഞ്ഞ് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെക്ക്. അമ്മ 4 അണയുടെ തുട്ടെടുത്ത് അപ്പുവിന്റെ തിരുനെറുക തൊട്ട് കാൽപാദം വരെ 3 വട്ടം ഒഴിഞ്ഞു. എന്നിട്ട് മച്ചറയിൽ കൃഷ്ണവിഗ്രഹത്തിന്റെ കാൽക്കൽ വെച്ചു. അപ്പു മുത്തശ്ശിയുടെ അടുത്തു കൂടി. കാലു നീട്ടിയിരിക്കുകയാണ് മുത്തശ്ശി. മുത്തശ്ശിയുടെ തൂങ്ങിയാടുന്ന മുലകളിൽ മുഖം ചേർത്തുകൊണ്ട് അപ്പു കൊഞ്ചി. എന്താ മുത്തശ്ശി കൃഷ്ണന്റെ വേറെ സ്വഭാവങ്ങള്? വേറെ സ്വഭാവങ്ങളോ കൃഷ്ണനോ? ആരെന്ന് എന്നോട് പറഞ്ഞത്? അമ്മ മുത്തശ്ശിയോട് പറഞ്ഞ കേട്ടൂലോ. അതോ, കൃഷ്ണൻ മഹാവികൃതിയായിരുന്നു, ഏട്ടനെയും എന്നെയും പോലെ. കൃഷ്ണന്റെ കഥ പറഞ്ഞു തരൂ മുത്തശ്ശി. മുത്തശ്ശിക്ക് ഇപ്പൊ വയ്യ കുട്ട, ശ്വാസം മുട്ടും. കഥ പറയില്ലാച്ചാ അപ്പു മുത്തശ്ശിയോട് മിണ്ടില്ല. ഇനി മുത്തശ്ശിക്ക് രക്ഷയില്ല, കഥ പറഞ്ഞേ പറ്റൂ. കഥ കേൾക്കാനുള്ള സുഖത്തിന് അപ്പു മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് മലർന്നു കിടന്നു. മുത്തശ്ശി കഥ പറയുകയായിരുന്നു. അപ്പുവിന്റെ ഏട്ടനെ പോലെ കൃഷ്ണനും ഉണ്ടായിരുന്നു ഒരേട്ടൻ, ബലരാമൻ. പരമശുദ്ധൻ, എന്നാലോ ദേഷ്യക്കാരൻ. മൂക്കത്താ ശുണ്ഠി. ഒരീച്ച വന്നിരുന്നപ്പോൾ ടപ്പേന്നടിക്കും സ്വന്തം മൂക്കത്ത്. വികൃതി കാട്ടുന്നത് കണ്ണൻ, അടി കിട്ടുന്നത് ഏട്ടനും അനിയനും സമാസമം. അയലത്തുള്ളവരുടെ അടുക്കളയിൽ കടന്നും ചെല്ലും കൃഷ്ണൻ. കൂട്ടുകാരുണ്ടാവും കൂടെ. ഏട്ടന്റെ കാര്യം പറയുകയും വേണ്ട. അനിയൻ എവിടെ പോകുന്നോ ഒപ്പം ഏട്ടനും കാണും. പശുക്കളെ വളർത്തി പാലും വെണ്ണയും തൈരും വിറ്റു കഴിയുന്നവരാണ് അമ്പാടിയിലുള്ള ഗോപന്മാരും ഗോപികമാരും. എല്ലാ വീടുകളിലും തൈരു കളഞ്ഞ് വെണ്ണയെടുത്ത് പാത്രങ്ങളിലാക്കി അടച്ചു വെച്ചിട്ടുണ്ടാവും. വെണ്ണയിലാണ് കണ്ണന്റെ കണ്ണ്. വെണ്ണ കട്ടു തിന്നു കഴിഞ്ഞാൽ ഉറിയിൽ തൂക്കിയിട്ട മൺകലത്തിലായിരിക്കും നോട്ടം. കടവോലുകൊണ്ട് കുത്തി മൺകലത്തിൽ ഓട്ടയുണ്ടാക്കും. ഒഴുകി വരുന്നത് പാലായാലും തൈരായാലും മതിയാവോളം കുടിക്കും. ഇടുപ്പിൽ 2 കൈയും കുത്തി നേരെ മോളിലുള്ള ഉറിയിലേക്ക് നോക്കി വായ തുറന്ന് നിൽപ്പുണ്ടാകും കൃഷ്ണൻ. തന്റെ മാത്രമല്ല ഏട്ടന്റെയും കൂടെ നടക്കുന്ന കൂട്ടുകാരുടെയും വയറു നിറയണം, എന്നാലേ കണ്ണന് തൃപ്തിയാവൂ. 1-2 ദിവസം കൊണ്ടല്ല മുത്തശ്ശി ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്, കുറേശ്ശെ. കുറേ ദിവസം വേണം മുത്തശ്ശിക്ക് ഒരു കഥ പറയാൻ. അധിക നേരം വർത്തമാനം പറഞ്ഞാൽ മുത്തശ്ശിക്ക് ശ്വാസം മുട്ടും. മുത്തശ്ശി കഥ പറയുമ്പോൾ എല്ലാം കൺമുമ്പിൽ കാണുന്നത് പോലെ അപ്പുവിന് തോന്നും. 1-2 കാര്യങ്ങൾ അപ്പുവിന് ഇഷ്ടമായില്ല. കാളിന്തി നദിയിൽ ഗോപികമാരെ കുളിക്കാനിറങ്ങിയ കഥ. തുണിയൊക്കെ പുഴക്കരയിൽ അഴിച്ചു വെച്ച് ഗോപികമാർ പുഴയിലിറങ്ങി നീന്തി കളിക്കുകയാണ്. ഉടുപുടവകളപ്പടി വാരിയെടുത്ത് കൃഷ്ണൻ ആലിന്റെ കൊമ്പത്ത് കയറിയിരുന്നു. ചേലതാ കണ്ണ, ഗോപികമാരെ നിലവിളിയും ബഹളവുമായി. ചേല തരാം. നിങ്ങൾ ഓരോരുത്തരായി 2 കൈയും കൂപ്പി വെള്ളത്തിൽ നിന്ന് കയറി ഈ ആലിൻചോട്ടിലേക്ക് വരണം. ഇത്ര വികൃതി പാടില്ല. ഇത് വികൃതിയല്ല, തോന്നിയാസാണ്. ഇതായിരിക്കുമോ കൃഷ്ണന്റെ അമ്മ പറഞ്ഞ ഒരു വേറെ സ്വഭാവം? കട്ടു തിന്നുന്നതും ചീത്ത സ്വഭാവമാണ്. വെണ്ണയും തൈരും കട്ടു കഴിക്കുക. അതും പോരാഞ്ഞിട്ട് കടകോല് കൊണ്ട് കുടം കൊത്തി ഓട്ടയാക്കുക. നുണ പറയാനും മിടുക്കനാണ് കണ്ണൻ. അത് 3ാമത്തെ വേറെ സ്വഭാവം. കണ്ണൻ മണ്ണു തിന്നു യശോദാമ്മേ എന്ന് കണ്ണന്റെ കൂട്ടുകാർ അമ്മയോട് വന്ന് ഏഷണി കൂട്ടി. അമ്മ വടിയും കൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. നീ മണ്ണ് തിന്നോ കണ്ണാ? കണ്ണൻ ഇല്ലെന്ന് തലയാട്ടി. വായ തുറക്കുന്നില്ല. അപ്പോഴേ അമ്മയ്ക്കുറപ്പായി കണ്ണൻ മണ്ണു തിന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് വാ തുറക്ക്. അമ്മ വടി ഓങ്ങി. അപ്പോൾ കൃഷ്ണന് പേടിയായി. കൃഷ്ണൻ വാ തുറന്നു. മകന്റെ വായ്ക്കകത്ത് എന്താ അമ്മ കണ്ടത്? എന്താ കണ്ടത്? 7-14 ലോകങ്ങൾ, 33 കോടി ദേവന്മാർ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ,
രാക്ഷസന്മാർ, അസുരന്മാർ, ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങൾ. അതെങ്ങനെയാ മുത്തശ്ശിയെ? കൃഷ്ണൻ ദൈവമല്ലേ, അമ്മയ്ക്ക് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തതാ. ദൈവം വെണ്ണ കട്ടു തിന്നാൻ പാടുണ്ടോ മുത്തശ്ശി? അതൊക്കെ ഭഗവാന്റെ ലീലകളാ കുട്ടിയെ. അപ്പോ ഗോപസ്ത്രീകളുടെ ചേല വാരിക്കൊണ്ടോടിയതോ? അതിനൊക്കെ വലിയ അർത്ഥമുണ്ടപ്പോ. എൻ്റെ ഏകാശയ്ക്ക് വലുതാവുമ്പോ എല്ലാം മനസ്സിലാവും. അപ്പു എപ്പോഴാ വലുതാവുക? അപ്പവും വലുതാവും. അച്ഛൻ്റെ അത്ര ഉയരുണ്ടാവുമോ? എന്താ സംശയം? അച്ഛനെ പോലെ നിക്കും മീശ ഉണ്ടാവുമോ? അപ്പൂനും മീശ ഉണ്ടാവും, കൊമ്പാൻ മീശ. മുത്തശ്ശിക്ക് എന്താ മീശയില്ലാത്തത്? പെണ്ണുങ്ങൾക്ക് മീശ ഉണ്ടാവില്ലേ കുട്ടിയെ? അതെന്താ മുത്തശ്ശി അങ്ങനെ? മതി ചോദ്യം ചോദിച്ചത്. ഓടിപ്പോയിട്ട് മുത്തശ്ശിക്ക് ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുപോവാ. അമ്മേൻ്റെ അടുത്തുനിന്ന് കഥ പറഞ്ഞ് മുത്തശ്ശിയുടെ തൊണ്ടയിലെ വെള്ളം വറ്റി.